എനിക്ക് കോൾ വരുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നില്ല. വാട്സാപ്പിൽ നിന്ന് വരുന്ന കോളുകൾക്കാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരിക്കുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും? സാധാരണ കോളുകൾ എനിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്, എനിക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? ഇനി അനുഭവത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് സെറ്റിംഗ്സുകൾ, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പ് തുറക്കാതെ വാട്സാപ്പിൻ്റെ ലോഗോയിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വാട്സാപ്പിൻ്റെ ഐ ബട്ടൺ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ തന്നെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ മുകളിൽ പെർമിഷൻ അലോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പ്രത്യേകമായിട്ട് കോൾ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ചില മൊബൈലിൽ ഇത് കാണില്ല, എൻ്റെ മൊബൈലിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഓപ്പണിലാണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ മറ്റ് 2 ഓപ്ഷനുകൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ എടുക്കുകയാണ്. ഇത് റെഡ്മി, റിയൽമി, ഓപ്പോ പോലുള്ള മൊബൈലിലാണ് ഈ ഒരു സെറ്റിങ്സ് ഉള്ളത്. ഇപ്പോൾ സാംസങ് മൊബൈലിൽ ആ ഒരു വാട്സപ്പിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്തു, ഐ ബട്ടൺ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് പോയി ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയും കോൾ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഓഫിലാണോ എന്ന് നോക്കുക. എല്ലാം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെയും കോൾ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാംസങ്ങിൽ അത് കാണുന്നില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, മറ്റ് 2 സെറ്റിങ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ റിയൽമി, റെഡ്മി, ഓപ്പോ പോലുള്ള മൊബൈൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എല്ലാ ഭാഗവും ഈ ടൊഗിളൊക്കെ ഓണിലാണോ എന്ന് നോക്കുക. ഏതെങ്കിലും ഓഫിലാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഓപ്ഷനിലാണ് ഞാൻ പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് നോട്ടിഫിക്കേഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ, അതായത് നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് റീസെറ്റ് ആയിട്ട് വരും. എന്നിട്ടും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസാനമായിട്ട് ഒരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്സാപ്പിൻ്റെ ലോഗോയിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നേരത്തെ കാണിച്ച ഐ ബട്ടൺ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് യൂസേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ എന്തായാലും കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരിക്കലും ക്ലിയർ ഡാറ്റ കൊടുക്കരുത് കേട്ടോ. ക്ലിയർ കേച്ച്, അതായത് ക്ലിയർ ക്യാഷെ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാഷെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ 10 MB മുകളിൽ എൻ്റെ മൊബൈലിലെ വാട്സാപ്പിൽ ക്യാഷെ കിടക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തുകൊണ്ട് വാട്സാപ്പിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അതുകൊണ്ട് ക്ലിയർ ക്യാഷെ കൊടുത്തിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വാട്സാപ്പിൽ വരുന്ന കോളുകൾ ഡിസ്പ്ലേയിൽ കാണുന്നില്ല, ബ്ലാക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.